ഒരു പെണ്ണ് തന്റെ ഭർത്താവിനോട് അകാരണമായി നിസ്സാര കാരണങ്ങളുടെ പേര് പറഞ്ഞ് ത്വലാഖ് വേണമെന്നൊരു പെണ്ണ് ആവശ്യപ്പെട്ടാൽ ആ പെണ്ണിന് സ്വർഗത്തിന്റെ പരിമളം കിട്ടുക സാധ്യമല്ലെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജീവിതത്തിൽ സങ്കടങ്ങൾ വരും, ജോലി നഷ്ടപ്പെട്ടേക്കും, കച്ചവടം പൊളിഞ്ഞേക്കും, സമ്പത്തില്ലാതെയായെന്ന് വരും, ആരോഗ്യവും സൗന്ദര്യവും നഷ്ടപ്പെട്ടു പോയെന്ന് വരും. എന്നാൽ ജീവിതത്തിന്റെ അവസാന ശ്വാസം വരെ പട്ടിണിയാണെങ്കിൽ പട്ടിണി, സന്തോഷമാണെങ്കിൽ സന്തോഷം, ദുഃഖമാണെങ്കിൽ വിഷമമാണെങ്കിലും കൂടെ ഞാനുണ്ട് എന്ന് പറയേണ്ടവരാണ് ഭാര്യ ഭർത്താക്കന്മാർ. അങ്ങനെ ഒരു മാതൃക കാണിച്ച ഏറ്റവും നല്ല ഭാര്യയാണ് നമ്മുടെ ഉമ്മയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ. പുണ്യ നബി തങ്ങളോട് എത്ര നല്ല മാതൃകയാണത്, സങ്കടങ്ങളിൽ കൂടെ നിൽക്കാൻ പറ്റുന്നത്. ഇവിടെ മാത്രമല്ല, മഹാനായ കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ തബൂക്കിലേക്ക് പോകാൻ ഏതോ ഒരു ദുർബല നിമിഷം മടിബാധിച്ച് പോകാൻ കഴിയാതെ മദീനയിൽ ബാക്കിയായ 3 സ്വഹാബിമാരുണ്ടായിരുന്നുവല്ലോ. ഹിലാൽ ഇബ്നു മുർറ റളിയല്ലാഹു അൻഹു അടക്കം മഹാനായ കഅബ് തങ്ങളടക്കം 3 പേർ. ആ 3 പേരിൽ മഹാനായ കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ പശ്ചാത്താപം അല്ലാഹു സ്വീകരിച്ചത് ഈ 3 പേരുടെയും അല സലാസത്തിൽ ലദീന ഖുല്ലിഫു, തബൂക്കിലേക്ക് പോകാൻ കഴിയാതെ 50 ദിവസത്തോളം ബോയ്ക്കോട്ട്, ആരും അവരോട് മിണ്ടരുത്, സലാം പറയരുത് എന്ന് നബി തങ്ങൾ പറയുകയും സ്വന്തം ഭാര്യമാരോട് പോലും അവരവരുടെ വീടുകളിലേക്ക് പോകാൻ പറയുകയും ചെയ്ത് ഒരു ഭ്രഷ്ട് നൽകപ്പെട്ട് ശിക്ഷിക്കപ്പെട്ടവരായിരുന്നു കഅബ് തങ്ങളും കൂടെയുള്ള 2 പേരും. കഅബ് റളിയല്ലാഹു അൻഹു പറയുന്നു, അങ്ങനെയാണ് ഒരു സുബഹിന്റെ ദിവസം ഒരാൾ വിളിച്ചു പറയുന്നത്, അബ്ശിർ യാ കഅബ്, കഅബേ സന്തോഷിച്ചോളൂ കഅബ് ഇബ്നു മാലികേ, അല്ലാഹുവിന്റെ റസൂലിന് വഹി വന്നിരിക്കുന്നു, നിങ്ങളുടെ പശ്ചാത്താപം അല്ലാഹു സ്വീകരിച്ചിരിക്കുന്നു എന്ന വഹി വന്ന സന്തോഷം കഅബ് റളിയല്ലാഹു അൻഹുവിനോട് പങ്കുവെച്ചതറിഞ്ഞപ്പോ അതുവരെ വീട്ടു തടങ്കലിൽ കിടക്കുന്ന പോലെ കിടന്ന കഅബ് എന്നവർ ഹബീബിന്റെ പള്ളിയിലേക്ക്, മദീന പള്ളിയിലേക്ക് പോയ രംഗം മഹാനായ കഅബ് എന്നവർ പറയുന്നുണ്ട്. ഫൻതലഖതു, ഞാൻ മദീന പള്ളിയിലേക്ക് ചെന്നു. അത്തഅമ്മമു റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വയതലഖാനി الناس ഫൗജൻ ഫൗജാ യുഹന്നിഊനനി ബിത്തൗബ, എൻ്റെ തൗബ അല്ലാഹു സ്വീകരിച്ചു എന്ന് ആ സന്തോഷം ആയത്തിറങ്ങി വന്നപ്പോ എന്നോട് സന്തോഷം പറയാൻ ഒരുപാട് പേർ സ്വഹാബിമാർ മുന്നോട്ട് വന്നു. ലിതഹ്നിക തൗബത്തുല്ലാഹി അലൈക്. നോക്കണം, ഒരാൾ ഹജ്ജ് കഴിഞ്ഞു വന്നാൽ ഒരു സ്വീകരണം, അല്ലെങ്കിൽ ഒരു ചേർത്തുപിടിക്കൽ, ഒന്ന് സന്തോഷം പങ്കിടൽ, അള്ളാഹു അത് സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊടുക്കൽ, ഇതെല്ലാം ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ട ചില ഗുണങ്ങളാണ്. ഒരാൾക്ക് വരുന്ന നന്മകൾ, ആ നന്മകളിൽ നമ്മൾ സന്തോഷിക്കുക, ദുഃഖങ്ങളിൽ കൂടെ നിൽക്കുക. മഹാനായ കഅബ് എന്നവർ പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിൽ സ്വഹാബികൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ കയറി വരുന്നു. ഹബീബിന്റെ സദസ്സിൽ നിന്ന് എനിക്ക് വേണ്ടി എഴുന്നേറ്റ് നിന്ന മദീനക്കാരനായ മുഹാജിറായ ഒരു സ്വഹാബിയുണ്ട്, മഹാനായ ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹി റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ പറയുകയാണ്, ത്വൽഹ തങ്ങൾ എനിക്ക് വേണ്ടി എഴുന്നേറ്റ് നിന്നു, എന്നെ വന്ന് കെട്ടിപ്പിടിച്ചു. ആദ്യം ചെയ്തത്, പിന്നെ ഒരുപാട് പേര് കെട്ടിപ്പിടിച്ചു. കഅബേ സാരമില്ല, കഅബേ നിങ്ങൾക്ക് തബൂക്കിലേക്ക് വരാൻ കഴിയാതിരുന്ന ആ വിഷമത്തിൽ നിങ്ങൾക്ക് കിട്ടിയ ശിക്ഷ നല്ലൊരു പശ്ചാത്താപമായി മാറിയത് അല്ലാഹു സ്വീകരിച്ചുവല്ലോ, ഹനീഅൻ ലക്, നിങ്ങൾക്ക് ആശീർവാദം എന്ന് പറഞ്ഞപ്പോ മഹാനവറുകൾ പറയുന്നു, ഫകാന കഅബുൻ ലാ യൻസാഹാ ലിത്വൽഹ. സ്വഹാബിമാർ പറയുകയാണ്, ത്വൽഹ തങ്ങൾ ചെയ്ത ആ ഉപകാരം കഅബ് എന്നവർ ഒരിക്കലും മറന്നിട്ടില്ല. മഹാനായ കഅബ് റളിയല്ലാഹു അൻഹുവിനെ ആദ്യമായി എഴുന്നേറ്റ് കെട്ടിപ്പിടിച്ച ആള് ത്വൽഹ റളിയല്ലാഹു അൻഹുവാണ്. അതുകൊണ്ട് നമ്മുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചാൽ അതിന്റെ പേരിൽ പശ്ചാത്തപിക്കുകയും തൗബ ചെയ്ത് മടങ്ങുകയും ചെയ്താൽ പിന്നെ ആ ഒരു തെറ്റിനെ പറഞ്ഞുകൊണ്ടവരെ വേദനിപ്പിക്കരുത്, സങ്കടപ്പെടുത്തരുത്. അവർക്ക് സന്തോഷം വരുമ്പോ ആ സന്തോഷത്തിൽ നമ്മൾ കൂടെ നിൽക്കണം.
ആയിഷ ബീവിയുടെ സങ്കടം വന്ന ഒരു രംഗത്ത് ബീവിയോടൊപ്പം സങ്കടം കാണിച്ച അൻസ്വാരിയത്തായ മദീനക്കാരിയായ ഒരു പെണ്ണിന്റെ കഥ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഹാദിസത്തുൽ ഇഫ്കിനെ പറഞ്ഞ ആ ഹദീസുകളിൽ കാണാൻ കഴിയും. ഞാനെന്ന് ഒറ്റക്കിരുന്നു കരഞ്ഞു എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. നിരപരാധിയാണ് നമ്മുടെ ഉമ്മ, നിരപരാധിയാണ് സഫ്വാൻ ഇബ്നു മുഅത്തിൽ റളിയല്ലാഹു അൻഹു, ബദരിയായ സ്വഹാബി. ആ മഹാന്മാരായ ഹബീബിന്റെ സ്വഹാബിയായ സഫ്വാൻ എന്നവരെയും മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെയും രണ്ടുപേരെയും ബന്ധപ്പെടുത്തി മോശമായ ഒരു കെട്ടുകഥ മദീനയിലെ മുനാഫിക്കുകൾ കെട്ടിപ്പടച്ചുണ്ടാക്കിയപ്പോൾ പുണ്യനബി തങ്ങൾ ആയിഷ ബീവിയോട് പറഞ്ഞൊരു വാക്കുണ്ട്, ആയിഷ ഇദാ കുൻതി അൽമംതി ബിദംബിൻ ഫസ്തഗ്ഫിരില്ലാഹ്. അത് ആദ്യം പഠിക്കേണ്ട ഒരു പാഠമാണ്. തെറ്റ് ചെയ്തു എന്ന് തോന്നുകയാണെങ്കിൽ തൻ്റെ ഭാര്യക്കോ തൻ്റെ ഭർത്താവിനോ എന്തെങ്കിലും തരത്തിൽ ഒരു അവിഹിത ബന്ധങ്ങളോ വിഷയങ്ങളോ ഉണ്ടെങ്കിൽ, അങ്ങനെ ബോധ്യപ്പെടുകയാണെങ്കിൽ ശകാരിക്കുകയോ പറഞ്ഞുവിടുകയോ കുടുംബം തകർക്കുകയോ വഷളാക്കുകയോ ചെയ്യാൻ മുന്നോട്ട് വരുന്നതിന് മുമ്പ് നമ്മൾ ഓർക്കണമേ, പുണ്യനബി തങ്ങൾ എന്താണ് ചെയ്തത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ കുറിച്ച് സഫ്വാൻ എന്ന് പറയുന്ന സ്വഹാബിമാരിൽ കണ്ണുയർത്തി ഒരാളോട് പോലും സംസാരിക്കുക പോലും ചെയ്യാത്ത, തലതാഴ്ത്തി നടക്കുന്ന സാത്വികനായ സ്വഹാബിയായിരുന്നു സഫ്വാൻ ഇബ്നു മുഅത്തിൽ റളിയല്ലാഹു അൻഹു. യുദ്ധം കഴിഞ്ഞ് വരുമ്പോ ഒറ്റക്കായി പോയ ആയിഷ ബീവിയെ മരുഭൂമിയുടെ നടുവിൽ നിന്ന് തന്റെ ഒട്ടകപ്പുറത്ത് കയറ്റി ആ ദൂരം കാൽനടയായി നടന്നു വന്ന് ഒരു വാക്കുപോലും ആയിഷ ബീവിയോട് സംസാരിക്കാതെ വന്ന സ്വഹാബിയല്ലയോ സഫ്വാൻ ഇബ്നു മുഅത്തിൽ റളിയല്ലാഹു അൻഹു. ആയിഷ ബീവിയെ കണ്ടുമുട്ടുന്നു മരുഭൂമിയുടെ നടുവിൽ. സഫ്വാൻ എന്നവർ യുദ്ധത്തിന്റെ സൈന്യം തിരിച്ചു നടന്നു പോരുമ്പോൾ, മദീനത്തേക്ക് വരുമ്പോൾ ആ സൈന്യത്തിൽ നിന്ന് എന്തെങ്കിലും വീണുപോയാൽ അത് പെറുക്കിയെടുക്കാൻ വേണ്ടി പിന്നിൽ വന്ന സ്വഹാബിയാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മാല നഷ്ടപ്പെട്ടു പോയപ്പോ ആ മാല തപ്പി നടന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നേരം വൈകിപ്പോയി. ഹൗദജ് എന്ന് പറയുന്ന ഒട്ടകക്കട്ടിലിന്റെ ഉള്ളിൽ ആയിഷ ബീവി ഉണ്ടായിരിക്കുമെന്ന ധാരണ കൊണ്ട് ആ ഒട്ടകപ്പുറത്ത് വെച്ചു കൊടുത്തു. ആയിഷ ബീവിയുടെ ഒട്ടകപ്പുറത്ത് നിബിധങ്ങളുണ്ട്. മറ്റൊരു ഒട്ടകത്തിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ഒട്ടകം നടന്നു നീങ്ങി. എന്നാൽ ബീവി അതിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നില്ല. നോക്കണം, സ്വഹാബിമാർ പോലും ആ ഒട്ടകക്കട്ടിൽ ബീവി ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ ഒരു വർത്തമാനം പോലും അവിടെ നടക്കുന്നില്ല. സഫ്വാൻ റളിയല്ലാഹു അൻഹു വരുമ്പോഴാണ് ഒരു പാറയുടെ മുകളിൽ ഇരുന്ന് സങ്കടപ്പെട്ട് സുബ്ഹിയോടടുത്ത നേരത്ത് ഒറ്റക്കിരിക്കുന്ന ആയിഷ ബീവിയെ കാണുന്നത്, അറിയുന്നത്. മഹദി റളിയല്ലാഹു അൻഹു ഒരു തൂങ്ങി ഉറക്കത്തിലാണ്. എവിടേക്ക് പോകാൻ, എങ്ങോട്ട് വഴി കാണാൻ? ആ ഒരു രംഗം അല്ലാഹു ചെയ്തു കൊടുത്ത അനുഗ്രഹമായിരുന്നു അത്. സഫ്വാൻ എന്നവർ കണ്ടുമുട്ടുന്നത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആ ഒരു ഇസ്തിർജാഅ് ചൊല്ലിയത് മാത്രമേ ബീവി കേട്ടിട്ടുള്ളൂ. സഫ്വാൻ എന്നവർ ആയിഷ ബീവി എന്ത് പറ്റി എന്ന് ചോദിച്ചില്ല. എന്തേ ഇവിടെ ഇങ്ങനെ ആയിപ്പോയത്, കഥ എന്താണെന്ന് ഒന്നും ചോദിച്ചില്ല. ഒട്ടകം താഴ്ത്തിക്കൊടുത്തു, കയറാൻ ആംഗ്യം കാണിച്ചു കൊടുത്തു. ബീവി ഒട്ടകപ്പുറത്ത് കയറി ആ കയറും പിടിച്ച് മദീനയിലേക്ക് വരുമ്പോഴാണ് ദുഷ്ടന്മാരായ മദീനയിലെ മുനാഫിക്കുകൾ മഹദി റളിയല്ലാഹു അൻഹയെയും സഫ്വാൻ തങ്ങളെയും പേര് വെച്ച് നുണപ്രചരണങ്ങൾ ഉണ്ടാക്കിയത്. അതിൽ നബി തങ്ങൾക്ക് വേദനയുണ്ടായിട്ടുണ്ട്. മാസങ്ങളോളം നബി തങ്ങൾ വഹി വരാതെ വിഷമിച്ചിട്ടുണ്ട്. ആയിഷ ബീവിയുടെ വിഷയത്തിൽ പുണ്യ നബി തങ്ങൾക്ക് നിരപരാധിയാണെന്ന് വിശ്വസിക്കാനാണ് താല്പര്യം. എന്നാൽ എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു തെറ്റ് തന്നെയാണ്. അതുകൊണ്ട് പുണ്യനബി ആയിഷ ബീവിയോട് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: യാ ആയിഷ, അല്ലയോ ആയിഷ, നിങ്ങളെക്കുറിച്ചും സഫ്വാൻ തങ്ങളെക്കുറിച്ചും എൻ്റെ ചെവിയിൽ കേൾക്കാനിടയായ ചില വർത്തമാനങ്ങളുണ്ട്. അതുകൊണ്ട് ആയിഷ, നിങ്ങൾ ചെറുപ്പക്കാരിയാണ്. സഫ്വാൻ എന്ന ഒരു പുരുഷനോട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അടുപ്പമോ ഒരു ബന്ധമോ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു തെറ്റു ചെയ്യാൻ നിങ്ങളുടെ മനസ്സിൽ ഒരു തോന്നൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ, ആയിഷ, അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യണമേ.
പടച്ചവനോട് തൗബ ചെയ്ത് മടങ്ങിയേക്കൂ. അങ്ങനെ ഒരു തോന്നൽ വരുന്നത് സ്വാഭാവികമാണ്. അങ്ങനെ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇസ്തഗ്ഫിരില്ലാ, അല്ലാഹുവിനോട് പൊറുക്കലിന് ചോദിക്കണേ ആയിഷ. അതല്ല, നിങ്ങളിൽ നിന്ന് തെറ്റ് സംഭവിച്ചിട്ടില്ല എങ്കിൽ നിങ്ങളുടെ നിരപരാധിത്വം അല്ലാഹു തെളിയിക്കുക തന്നെ ചെയ്യും. ഇത് പറഞ്ഞപ്പോഴാണ് ആയിഷ ബീവി സമാധാനിച്ചത്. അതുകൊണ്ടാണ് ആണുങ്ങളിലും പെണ്ണുങ്ങളിലും ഇന്നത്തെ യുവതലമുറയും ഏതെങ്കിലും തരത്തിൽ വഴിവിട്ട ബന്ധങ്ങളോ ഫ്രണ്ട്ഷിപ്പോ അതോ ഇതോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഭർത്താവിന് ബോധ്യപ്പെട്ടു, ഭാര്യയ്ക്ക് ബോധ്യപ്പെട്ടാൽ പരസ്പരം പഴിചാരുകയും കുറ്റം പറയുകയും ചെയ്യുന്നതിന്റെ മുമ്പ് അവർ ചെയ്യേണ്ടത് ഇസ്തിഗ്ഫാർ ചെയ്യാൻ അവസരം ചെയ്തു കൊടുക്കണം. തൗബ ചെയ്ത് മടങ്ങാൻ അവസരം കൊടുക്കണം. തൗബ ചെയ്ത് മടങ്ങാനും ശുദ്ധീകരിച്ച് നന്നായി വരാനും താല്പര്യമില്ലെങ്കിലേ ഒരു വേർപാടിനെ കുറിച്ച്, ത്വലാഖിനെ കുറിച്ചോ മറ്റു കാര്യങ്ങളെ കുറിച്ചോ ആലോചിക്കുക പോലും ചെയ്യാൻ പാടുള്ളൂ. കാരണം ഇസ്തിഗ്ഫാർ ചെയ്ത് ഒരു മനുഷ്യനെ കഴുകിയെടുക്കലാണ്, അവരുടെ അഭിമാനം സംരക്ഷിക്കലാണ് ഏറ്റവും ഉചിതം. ആയിഷ ബീവി പറയുന്നു, ഞാനെന്ന് കരഞ്ഞു ആ ദിവസം. എന്റെ കണ്ണുനീർ നിൽക്കുന്നില്ല. എനിക്ക് ശരിക്കൊരു ഉറക്കവും വരുന്നില്ല. പിറ്റേ ദിവസവും അതുപോലെ കരഞ്ഞു, ഉറക്കം വരുന്നില്ല, കണ്ണുനീർ നിൽക്കുന്നുമില്ല. എന്റെ ഉമ്മയും ഉപ്പയും വിചാരിച്ചു, ശ്രദ്ധിക്കുന്നവരും ഉമ്മയും വിചാരിച്ചു, അന്നൽ ബുകാഅ ഫാലിഖു കബിജി, ഈ കരച്ചിലിൽ ഞാനങ്ങ് മരിച്ചു പോകുമോ എന്ന് പേടിച്ചു. രണ്ടുപേരും എൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. എൻ്റെ റസൂലിന് എൻ്റെ നിരപരാധിത്വം അല്ലാഹു അറിയിച്ചു കൊടുത്തില്ലല്ലോ എന്ന സങ്കടത്തിൽ. അപ്പോഴാണ് പെണ്ണുങ്ങളെ, നിങ്ങൾക്ക് ഏറ്റവും നല്ല മാതൃക ഇതിലുണ്ട്. ആയിഷ ബീവി പറയുന്നു, ഞാനങ്ങനെ സങ്കടപ്പെട്ട് കരയുമ്പോ അൻസ്വാരികളിൽപ്പെട്ട ഒരു പെണ്ണ് എൻ്റെ വീട്ടിലേക്ക് വന്നു. ഞാൻ വരട്ടെ എന്ന് ചോദിച്ചു, സമ്മതം ചോദിച്ചു. വന്നോളൂ എന്ന് ഞാൻ സമ്മതം കൊടുത്തു. എന്റെ വിഷയം എന്താണെന്ന വിശദീകരണം പോലും ചോദിക്കാതെ എന്റെ കരച്ചിൽ കണ്ട് എന്റെ കൂടെ ഇരുന്ന് ആ സഹോദരി കരഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട് എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഓർത്തെടുക്കുകയാണ്. ആ സങ്കടത്തിൽ കൂടെ കരഞ്ഞു. എന്തിനാണ് കരച്ചിലെന്നറിയില്ല. ആ കരച്ചിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ സങ്കടം തീരണമെങ്കിൽ കൂടെ ഒന്ന് കരഞ്ഞു കൊടുത്താൽ മതിയെന്ന് ബീവിക്ക് തോന്നിയതാകാം. അൻസ്വാരിയച്ചായ മഹദി ആയിഷ ബീവിയുടെ കൂടെ കരഞ്ഞിട്ടുണ്ട്. അതുപോലെ ഒരുപാട് രംഗങ്ങൾ സ്വഹാബികൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ട്. ഇത് മനസ്സുകളുടെ വേദനയെ ശമിപ്പിക്കലാണ്, മനസ്സുകൾക്ക് സമാധാനം നൽകലാണ്. സമാധാനം നൽകാൻ അല്ലാഹു നിശ്ചയിച്ച നബുവത്തിന്റെ ചില മൂല്യങ്ങളുടെ വഴികളാണ് നമ്മളിവിടെ കാണുന്നത്. സസൂക്ഷ്മം ഒന്ന് നോക്കൂ. ബദറിൽ 70ഓളം ചിറപ്പുള്ളികളെ, യുദ്ധത്തടവുകാരെ പിടിച്ചുകൊണ്ടുവന്നപ്പോ ആ യുദ്ധത്തടവുകാരെ എന്തു ചെയ്യണം എന്നൊരു ചർച്ച വിശുദ്ധരായ നബിതങ്ങൾ സ്വഹാബിമാരുമായി നടത്തിയപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു അഭിപ്രായം പറഞ്ഞു, ഉമർ എന്നവരും മറ്റൊരു അഭിപ്രായം പറഞ്ഞു. അതിങ്ങനെയായിരുന്നു. സിദ്ദീഖ് എന്നവർ പറഞ്ഞു, നബിയേ, യുദ്ധം നമ്മൾ ജയിച്ചു. യുദ്ധത്തിൽ പരാജയപ്പെട്ട ആളുകളെ നമ്മൾ അടിമകളായോ യുദ്ധത്തടവുകാരായോ പിടിച്ചാൽ അവർക്ക് എന്തെങ്കിലും ഫിദിയ കൊടുത്ത്, റാൻസം കൊടുത്ത്, ഒരു തുക കൊടുത്ത് അവരുടെ ബന്ധുക്കൾ മോചിപ്പിക്കുകയാണെങ്കിൽ ദീനിന് അതൊരു വരുമാനമാണ്, സ്വഹാബിമാർക്ക് അതൊരു വരുമാനമാണ്. അതുകൊണ്ട് നബിയെ, അവരെ കൊല്ലരുത്, നമുക്കവരെ വെറുതെ വിടാം. അവരുടെ മോചനത്തിന് പകരം നമുക്കൊരു സംഖ്യ ഡിമാൻഡ് ചെയ്യാമെന്ന് റസൂലുള്ളാഹി തങ്ങളോട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ തങ്ങളോട് ചോദിച്ചു. ഉമറേ, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഉമർ തങ്ങൾ പറഞ്ഞു, നബിയെ, മക്കയിൽ നിന്ന് മദീന വരെ, മദീനയുടെ അടുത്താണല്ലോ ബദർ വരെ നടന്നു വന്ന് നമ്മളോട് യുദ്ധം ചെയ്യാൻ വന്നവരാണവർ. അവരെ എന്തിനാ വെറുതെ വിടുന്നത്?
അവരെങ്ങാനും ജയിച്ചിരുന്നുവെങ്കിൽ നമ്മൾ അവർ കൊന്നുകളയില്ലയോ? അതുകൊണ്ട് അവര് വധിക്കപ്പെടാൻ മാത്രം ശിക്ഷ അർഹിക്കുന്നവരാണ്. അതുകൊണ്ട് ഒരു ഫിദിയയും വാങ്ങി വിടേണ്ടവരല്ല അവരെ. നിഷ്കരുണം അവർക്ക് വധശിക്ഷ നൽകേണ്ടവരാണെന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. എന്നാൽ കരുണയായിരുന്ന പുണ്യ നബിയുടെ മനസ്സ് സിദ്ദീഖ് തങ്ങളുടെ അഭിപ്രായത്തിന്റെ കൂടെയായിരുന്നു. അങ്ങനെയാണ് ബദറിലെ 70ഓളം യുദ്ധത്തടവുകാർക്ക് മോചനം കൊടുത്ത് മോചിപ്പിക്കാം എന്ന തീരുമാനത്തിലേക്ക് എത്തുന്നത്. അതാ വഹി വരുന്നു നബി തങ്ങൾക്ക്, നബിയേ ഹത്താ യുസ്ഖിന ഫിൽ അർള്, നബിയേ വേണ്ടായിരുന്നു. ഉമർ എന്നവർ പറഞ്ഞ അഭിപ്രായമാണ് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടത് എന്ന രീതിയിൽ ആയത്തിറങ്ങി. സിദ്ദീഖ് എന്നവർ പറഞ്ഞതല്ല വിഷയമെന്ന്. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ കയറി ചെല്ലുമ്പോ എൻ്റെ ഹബീബായ റസൂലും മഹാനായ സിദ്ദീഖ് എന്നവരും ബദറിൽ ഇരുന്ന് കരയുന്നത് ഞാൻ കണ്ടു. ഞാൻ ചോദിച്ചു, നബിയേ സിദ്ദീഖ് എന്നവരെ, എന്തിനാണ് നിങ്ങൾ കരയുന്നത്? ഫഅതബാകാ മഅകുമാ, നിങ്ങളുടെ കൂടെ ഞാനും ഒന്ന് കരയാം. എന്തിനാണ് നിങ്ങൾ കരയുന്നത്? കാരണമെന്ന് പറഞ്ഞു തരുമോ? നിങ്ങളത് പറയില്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഇരുന്ന് കരയാനാണ് ഞാൻ പോകുന്നത് എന്ന് പറഞ്ഞ് സിദ്ദീഖ് തങ്ങളുടെയും ഹബീബിന്റെയും കൂടെ ഇരുന്ന് ഉമർ റളിയല്ലാഹു അൻഹു കരഞ്ഞിട്ടുണ്ട്. എന്തിന്? ആ സങ്കടത്തിൽ പങ്കുചേരുകയായിരുന്നുവത്. ഒരാളുടെ ദുഃഖം നമ്മുടെ ദുഃഖമാണ്. ഹബീബിന് സങ്കടം തോന്നി, ഉമർ എന്നവരുടെ അഭിപ്രായം സ്വീകരിച്ചാൽ മതിയായിരുന്നു. അതായിരുന്നു അള്ളാഹു ഇഷ്ടപ്പെട്ട അഭിപ്രായമെന്ന്, റബ്ബിന്റെ തീരുമാനം അതായിരുന്നുവെന്ന്. നോക്കണേ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ഈ വിഷയത്തിൽ എൻ്റെ കൂടെ കരയാൻ അൻസ്വാരിയായ ഒരു പെണ്ണ് വന്നു. ആ പെണ്ണിന്റെ കൂടെ വന്ന് കരഞ്ഞത് ഞാൻ ഓർക്കുന്നു, എനിക്ക് മറക്കാൻ കഴിയുന്നില്ലെന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. അതുകൊണ്ട് ഒരാളുടെ വിഷമത്തിൽ ആരും സന്തോഷിക്കരുത്. ഒരാളുടെ വിഷമത്തിൽ നമ്മൾ പങ്കുചേരുക, അവരുടെ കൂടെ ആശ്വസിപ്പിക്കുക, അവരുടെ മനസ്സിന് സമാധാനം നൽകുക. സന്തോഷം എന്നും ഉണ്ടാവില്ല. ദുഃഖങ്ങളും വിടപറയലുകളും മരണവും അസുഖങ്ങളുമെല്ലാം മനുഷ്യ ജീവിതത്തിൽ അല്ലാഹു നിശ്ചയിച്ചു വെച്ചതാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങൾ ഒരു മനസ്സാണ്, ഒരുമിച്ചാണ്, നമ്മൾ ഒന്നാണ്. ജസദുൻ വാഹിദുൻ, ഒരു ശരീരമാണെന്ന ബോധത്തിൽ നമ്മൾ ജീവിക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ മനസ്സുകൾക്ക് സമാധാനം നൽകട്ടെ. അല്ലാഹു സമാധാനം നൽകട്ടെ.